നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ഗായകരിൽ ഒരാളായിട്ടുള്ള MG ശ്രീകുമാർ സാറിൻ്റെ വീടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് തൈക്കാടും അതേപോലെ ജഗതിയിലുമാണ് അദ്ദേഹത്തിൻ്റെ 2 വീടുകളുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് തൈക്കാടാണ്, അതേപോലെ അദ്ദേഹം താമസിച്ച വീട് ജഗതിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ജഗതി ടൗണിലാണ് കേട്ടോ, ജഗതി മെയിൻ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ MG ശ്രീകുമാറിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റും. നല്ല ട്രാഫിക്കൊക്കെ ഉള്ളൊരു ഏരിയയാണ്. എപ്പോൾ വന്നാലും ഇവിടെ മുടിഞ്ഞ ട്രാഫിക്കാണ്. ഇവിടെ നിന്ന് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡുകൾ മാത്രം കണ്ടേ ഉള്ളത്, ഈ സിഗ്നൽ കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അത്രയും ബ്ലോക്കുള്ള ഒരു ജംഗ്ഷനാണ് കേട്ടോ അത്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തമ്പാനൂർ പോകാം, ശാസ്തമംഗലം പോകാം, അതേപോലെ മ്യൂസിയം പോകാം. അങ്ങനെ പല വഴിക്കും പോകാൻ പറ്റുന്ന റോഡുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ജഗതി ജംഗ്ഷനിൽ നിന്നും നമ്മുടെ MG ശ്രീകുമാർ സാറിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയെ പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണം. ഇവിടെ ജഗതി പാലമുണ്ട്. നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പോഴാണ് ജഗതി പാലം കിട്ടുന്നത്. കണ്ടോ, എല്ലാം ജഗതി മയമുണ്ട്, ജഗതി പാലം. ഞാനങ്ങനെ ജഗതി പാലം കഴിഞ്ഞ് മുമ്പോട്ട് നടക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു റൈറ്റ് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആ റൈറ്റ് കട്ടിങ് നോക്കിയാണ് ഞാൻ പോകുന്നത്. റോഡിലൂടെ നടന്നപ്പോഴേ ഒരു അത്ഭുത സംഭവം കണ്ടു കേട്ടോ. ഇപ്പോഴത്തെ ടാറിങ് രീതി ഉണ്ടോ, കവറിൽ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് കളഞ്ഞിരിക്കുക, കവറിലോ ചാക്കിലോ. അതിന് വണ്ടികൾ കയറി വേണം ടാർ സെറ്റാവാൻ. ഈ കൊണ്ട് കളയുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ MG ശ്രീകുമാറിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇവിടെ നിന്ന് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഫുട്പാത്ത് തീരുന്നതിൻ്റെ ആ ഒരു ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ ഒരു കടയിൽ തിരക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ടാണ് രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക കേന്ദ്രം ഉള്ളത് കേട്ടോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാൻ മുന്നോട്ട് നടന്നു വന്നിട്ട് ഈ കാണുന്ന ബോർഡിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇത് കണ്ടോ, MG ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ ഇവിടെ എന്തോ മ്യൂസിക് സ്കൂളോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡാണ് കാണുന്നത്. പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. സ്കൂളായിട്ടെന്തോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരക്കി നോക്കിയാലേ അറിയാൻ പറ്റൂ ഇനിയിപ്പോൾ ഏതാണ് വീട് എന്നുള്ളത്. ഇത് വില്ലയാണ് കേട്ടോ, വില്ലാസ്. ഒരുപാട് വീടുകൾ, പഴയ മോഡൽ വീടുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ, ഇതായിരിക്കും വീട്. പക്ഷേ സിറ്റിക്കകത്താണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഇതിനകത്തൂടെ നടക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഈ പുറക് സൈഡിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഞാൻ വിചാരിച്ചു ഈ വീടായിരിക്കും, പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങ് താഴോട്ട് പോകാൻ പറ്റും. ഒരുപാട് വീടുകൾ ഈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ MG ശ്രീകുമാറിൻ്റെ തിരുവനന്തപുരത്തെ വീടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വഴുതക്കാട് ഒരു വീടുണ്ട്. അത് വഴുതക്കാടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹം അല്ലാതെ വെച്ച വീടാണ്. ഇവിടെ എല്ലാ വീടുകളും ഏകദേശം ഒരേ ലുക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് ഇതിപ്പോൾ ഏതാണ് വീട് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പാടാം. യെസ്, MG ശ്രീകുമാർ ലേഖ. അതാ ഇവിടം വരെ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ചോദിക്കുന്നത് വീട് ഇപ്പോൾ ഏതായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് മ്യൂസിക് സ്കൂളോ അങ്ങനെ എന്തോ സംഭവം നടക്കുകയാണ്. ഇതൊരു ലാസ്റ്റ് എൻഡാണ് കേട്ടോ ഈ റോഡിൻ്റെ. ഒരുപാട് വീടുകളുടെ ചേർന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള MG ശ്രീകുമാറിൻ്റെ വീടാണ് ഇത്. അദ്ദേഹം സിനിമയിലൊക്കെ വന്ന സമയത്ത് ആദ്യകാലം വെച്ച വീടായിരിക്കാനേ വഴിയുള്ളൂ, കാരണം ഇത്തിരി പഴയ മോഡൽ വീടാണ്. പിന്നെ ഒരു മ്യൂസിക് സ്കൂൾ ഉണ്ടെന്നും പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതാണോ ഇത് എന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കാണുന്നില്ല.
ഇതിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ മ്യൂസിക് സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അവരൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു കോമ്പൗണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഇനി ഇവിടെ പ്രവർത്തനം ഇല്ലേ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച മറ്റേ ഇതിനകത്ത് സംഭവം ആക്റ്റീവാണ് കേട്ടോ. ഇതിനകത്ത് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന സമയത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്ന് ഓഫ് വല്ലതും ആയിരിക്കും. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ വഴുതക്കാട് വന്നിരിക്കുകയാണ്. വഴുതക്കാട് മെയിൻ നമ്മുടെ സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വഴുതക്കാട് നിന്നും തൈക്കാട് ആ ഭാഗത്തോടെ ഞാൻ പോവാണ്. അപ്പോൾ നമ്മുടെ MG ശ്രീകുമാറിൻ്റെ കുടുംബ വീട് തൈക്കാടാണുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തം നല്ല ബ്യൂട്ടിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. പഴയ വഴുതക്കാടല്ല. ഞാനിപ്പോൾ വഴുതക്കാട് വുമൻസ് കോളേജിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വഴുതക്കാടിൻ്റെ ഒരു ടോട്ടലുള്ളൊരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നു പോകാനായിട്ടുണ്ട്. ഇപ്പോൾ സിറ്റികളുടെ ഗ്ലാമറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് റോഡൊക്കെ നവീകരിച്ചു. അതേപോലെ തന്നെ സെൻറ്റർ ഡിവൈഡറൊക്കെ ഉണ്ടല്ലോ, ഡിവൈഡറൊക്കെ അതിലെ പ്രത്യേക സംഭവങ്ങൾ കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാ സിറ്റികളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സിറ്റി റോഡുകളൊക്കെ നല്ല രീതിയിൽ തിരുവനന്തപുരം, പ്രത്യേകിച്ച് തിരുവനന്തപുരം കുറേ കൊല്ലങ്ങൾ പൊളിഞ്ഞ് കിടന്ന റോഡുകളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ തൈക്കാട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MG ശ്രീകുമാറും MG രാധാകൃഷ്ണനൊക്കെ ജനിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബ വീട് തൈക്കാടാണുള്ളത്. അതിനിപ്പോൾ തൈക്കാട് ഏത് ഭാഗത്താണ് എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഇന്ന് കുറച്ച് നേരം കൊണ്ട് മഴയൊന്നുമില്ല കേട്ടോ. മറ്റേത് കിടിലം മഴയാണ് ഈ ഒരു ടൈമിൽ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. തിരുവനന്തപുരം സിറ്റി കൂടെ ഈ ഒരു മഴയൊന്നും ഇല്ലാതിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര രസം കേട്ടോ. ഭയങ്കര ഒരു ഫീലുള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം വൈബ്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നടന്ന് തൈക്കാട് എത്തിയിരിക്കുകയാണ് കേട്ടോ. തൈക്കാട് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. തൈക്കാട് ശ്രീ ഉച്ചുമാളി അമ്മൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഏത് ഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ലൈൻ മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. യെസ്, ഇതിൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്ന വീടാണ് കേട്ടോ നമ്മളെ MG ശ്രീകുമാറിൻ്റെ വീട്. MG ശ്രീകുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ടുള്ള MG രാധാകൃഷ്ണൻ സാറൊക്കെ താമസിച്ചത് ഇവിടെയാണ്. MG ശ്രീകുമാർ അദ്ദേഹം സിനിമയിലൊക്കെ ഒന്ന് തിരക്കായപ്പോൾ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു സ്ഥലമുണ്ടല്ലോ ജഗതിയിലുള്ള, അപ്പോൾ അങ്ങോട്ടത്തേക്ക് അദ്ദേഹം മാറി. പിന്നെ എറണാകുളത്തും പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീടിൻ്റെ ഒരു പ്രൗഢി നോക്കിയേ. നമ്മൾ ഈ വീട്ടിലോട്ട് വരുമ്പോഴേ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് MG ശ്രീകുമാർ ചേട്ടൻ്റെ സഹോദരൻ്റെ ഫോട്ടോ, അദ്ദേഹവും പ്രശസ്തനാണല്ലോ, MG രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ച് മരിച്ച വീട് ഇതാണ്. MG ശ്രീകുമാർ സാർ പിന്നെ ഇടയ്ക്കൊക്കെ ഫാമിലി വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ MG രാധാകൃഷ്ണൻ സാറാണ് ഈ വീട്ടിൽ കുറേ നാൾ താമസിക്കുന്നത്. എന്തായാലും ഒരു പഴയ പ്രൗഢിയിലുള്ള ഒരു വീടാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണെന്നാണ് തോന്നുന്നത്. ഇത് ചേർന്നൊക്കെ ഇരിക്കുന്ന സഹോദരിയുടെ വീടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ തൈക്കാട് മെയിനായിട്ടുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീടിരിക്കുന്നത്. നോക്ക് എന്തുമാത്രം പഴക്കമുള്ള ഒരു വീടാണെന്ന്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് സംഗീതത്തിൻ്റെ കുലപതികളായിട്ടുള്ള അല്ലേ MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഉപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത രീതി വേറൊരു സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം ജീവിച്ച് മരിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണ് മേടയിൽ. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. അപ്പോൾ ഈ വീടിൻ്റെ പുറകുവശത്തായിട്ട് കാണുന്നൊരു വീടുണ്ടല്ലോ,
അത് സഹോദരിയുടെ വീടാണ്. MG ശ്രീകുമാറിൻ്റെ സഹോദരി, മൂത്ത സഹോദരിയാണല്ലോ ഓമനക്കുട്ടി എന്ന് പറയുന്ന. അപ്പോൾ അവരെ വീടാണ് ഇതിൽ ബാക്കിലായിട്ട് കാണുന്നത്. MG രാധാകൃഷ്ണൻ സാറ് ഒരുപാട് കാലം മലയാള സിനിമയുടെ ഒരു മികച്ച സംഗീത സംവിധായകനായിരുന്നു. ഒരുപാട് പടങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഈ വീട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഓരോ മക്കളോ ആരോ ഒക്കെയാണ് ഇത് നോക്കുന്നത്. എന്നാലും കാണുമ്പോൾ തന്നെ അറിയാം അധികം ആൾ താമസമൊന്നും ഇല്ല വീട്ടിൽ. എല്ലാ അടിച്ചുപൊളി പാട്ടുകളും ഒരു പ്രത്യേക സ്റ്റൈലിൽ പാടാൻ കഴിവുള്ള ആളാണ് MG ശ്രീകുമാർ. ഇനിയിപ്പോൾ അത് എത്ര നാൾ കഴിഞ്ഞാലും അദ്ദേഹം പാടുമുണ്ടല്ലോ, ആ ഒരു ഒറിജിനാലിറ്റി സംഭവം അതേ കണക്കിന് ഉണ്ടാവും. അദ്ദേഹം ഇപ്പോഴും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കിടിലം രീതിയിൽ പാടാൻ അദ്ദേഹം മാക്സിമം 100% ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ മറ്റുള്ള ഗായകർ പാടുമ്പോഴാണ് അതിൽ എത്രത്തോളം വൈരുദ്ധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും കിടിലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സംഭവങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അടിച്ചുപൊളി പാട്ടുകളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് MG ശ്രീകുമാർ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. പിന്നെ ഈ തൈക്കാട് വരുമ്പോഴേ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇത് മലയാള സിനിമയിൽ ഒരുപാട് തവണ ലൊക്കേഷനായിട്ട് വന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പഴയ ടൈപ്പിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ, പഴയ കാല മോഡലിലുള്ള ബിൽഡിങ്ങുകൾ. ഇതൊക്കെ പല സമയങ്ങളിലും ഷൂട്ടിങ്ങിനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗസ്റ്റ് ഹൗസിനോട് ചേർന്നുള്ള ഒരു പഴയ ബിൽഡിങ്ങാണ്. ഇതൊരു സർക്കാർ ഓഫീസാണ്, ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മലയാള സിനിമയുടെ ഒരുപാട് ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ള ഒരു ബിൽഡിങ്. പഴയ മോഡലാണ് ഇത്. പണ്ടത്തെ വല്ല കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളോ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും നല്ല പഴക്കമുണ്ട്. ഇത് മലയാള സിനിമയിൽ ഒരുപാട് തവണ പഴയ പ്രേംനസീറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ഉള്ള ഒരു ലൊക്കേഷനായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ്. വലിയ വലിയ കൊട്ടാരത്തിൻ്റെയൊക്കെ അകത്തളമായിട്ടൊക്കെ കാണിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ അകത്തെ ഫർണിഷിങ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകമാണ്. അത് എത്രയെങ്കിലും കൊല്ലം പഴക്കമുള്ള എനിക്കൊന്ന് ഈട്ടിയോ അങ്ങനെ എന്തോ സംഭവം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഭാഗങ്ങൾ അങ്ങനെ ചിത്രീകരിച്ച സിനിമയുടെ ചില ഭാഗങ്ങൾ ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് തൈക്കാട് ഗസ്റ്റ് ഹൗസ്. അപ്പോൾ ഇവിടെയും ഫിലിം ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഏരിയ മൊത്തം ഫിലിമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ.